മോളെ, മരിച്ചുപോയ അമ്മയെ വിളിക്കുന്ന നീ ജീവിച്ചിരിക്കുന്ന ഈ അമ്മയെ കാണുന്നില്ലേ? നിങ്ങൾ എന്റെ അമ്മയല്ല. ശാന്തി, യു ആർ എ ബിറ്റ്. എന്റെ അച്ഛനെ മയക്കെടുത്ത് വേശ്യ. നീ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത്? എന്തിനാ കുട്ടി എങ്ങനെ അടിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. നിനക്കറിയാമോ, ആ കുട്ടിയെ ചുമലിലേറ്റ് നടന്നവനാണ് ഞാൻ. ശാന്തി മോൾക്ക് എന്റെ ജീവനായി. ഇന്ന് എന്റെ മോള് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. രാമുണ്ണി അറിഞ്ഞു. ഞാൻ എന്നും ഓർക്കും. വയ്യ മോളെ, വയ്യ, തീരെ വയ്യ മോളെ. അച്ഛൻ ഇപ്പൊ വരും. വേലപ്പിന് ഒരുപാട് ദൂരം. എനിക്ക് ആനപ്പുറത്തിരിക്കണം. വേലപ്പിന് ആനയാവൂ. ഞാനിപ്പോ എന്തായി? ആനയായി, കരടിയായി, പൂലിയായി, ഒട്ടകയായി. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഈ വേലപ്പിന് അനുസരിക്കുന്നില്ല. എടാ, എന്റെ മോള് പറഞ്ഞിട്ട് നീ അനുസരിക്കില്ലേ? ഞാൻ മോള് പറഞ്ഞ എല്ലാം അനുസരിച്ച്. ആനയെ ആനയെ കാണാൻ മോക്കച്ഛൻ ജീവനുള്ള ആനയെ കാണിച്ചു. വേഗം ഒരുങ്ങിക്കും. എങ്ങോട്ടാ? നമുക്കിത് നായാട്ടിന് പോവാം. വേഗം പുറപ്പെടും. എന്താണോ നോക്കി നിൽക്കുന്നത്? പുറപ്പെടേ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മ. എനിക്കറിയാം നിന്റെ അസുഖം എന്താണെന്ന്. നാണമില്ലടാ. ശാന്തി പോലുള്ള ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യം കാണിച്ചില്ല. പിന്നെ കാട്ടു പോകുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ മുതലാളി, വീടിന്റെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മാതിരി. ആ എന്താ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യും. ഇപ്രാവശ്യം തോക്കെടുക്കണ്ട, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കും. ഞാൻ പിടിച്ചോളാം. പുറപ്പെട്ടോ. എന്താടാ? അല്ല, അതിന്റെ മൂക്ക് എന്റെ നേരെ തിരിഞ്ഞു വരുന്നു. നീ പേടിക്കണ്ട, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടൂല. വല്ല ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, എങ്ങനെ വിശ്വസിക്കും? അല്ല, ഇനി ഇവിടെ എവിടെയും കുറച്ച് ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോവാം. നീ എന്റെ കൂടെ വാടാ. എന്നിട്ട് നടന്ന് ശബരിമല എത്തിന്ന് തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ടുവന്ന് തന്നെ വലിയ ശല്യം. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കാല് കാണിക്കുന്നുണ്ട്. മതി, ഇവിടെ നിൽക്കാതെ നല്ലത്. വെള്ളം 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 ഇത് പിടിക്കും. എന്നാ അതും കൂടെ കൂട്ടാ. ശരിയാവില്ല. ഇന്നുണ്ടോ പുലി? പുലി കരടിയോ കാറ്റായി നിൽക്കാം. നമുക്ക് അവിടെ പോകണം. എങ്ങോട്ടാണ്? ഭാര്യ മരിച്ച പിന്നെ മുതലാളിയുടെ സ്വഭാവം ആകെ മാറിയത്. കുടി തന്നെ. എങ്ങോട്ട്? അടുത്ത മുറി കൂടെ കിടക്കുക. അതൊന്നും നീ അറിയണ്ട, കൊണ്ടുപോകും.
വേലപ്പൻ ഇന്നലെ അച്ഛന്റെ കിടക്കയിൽ നിന്നു എന്നെ മാറ്റി കിടത്തി. ഇതെന്തിനാടാ എന്റെ മുമ്പ് വയ്ക്കുന്നത്? മുതലാളിയെ ഓർമ്മിപ്പിക്കാൻ. ഇന്നും കാലത്ത് ഞാനാണല്ലോ ഇതെല്ലാം വാരിക്കളയുന്നത്. ഇനി എനിക്ക് വയ്യ. വേലപ്പ, കുടിച്ച് കുടിച്ച് മുതലാളി ശരീരം കേടുവരുത്തി. മുതലാത്തതിന് എടാ ധിക്കാരം പറയുന്നു. ഇറങ്ങിപ്പോടാ, പോകാൻ. പോകും മുതലാളി. ഒപ്പോ ഇന്നലെ രാത്രി കൂടി കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് എന്റെ ചുമലിൽ കിടന്ന ശാന്തിമണി ഇറക്കി വിട്ടേക്കൂ. എന്നിട്ട് മുതലാളി ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ആ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് മുതലാളി. വെള്ളപ്പനത് സഹിക്കില്ല. അടുത്ത ദിവസം ശാന്തിമോളെ കോൺവെന്റിൽ ചേർത്തു. പിന്നീട് ഈ വീട്ടിൽ അന്തിയുറങ്ങിയ പെണ്ണുങ്ങൾക്ക് കണക്കില്ല. ഇപ്പോഴത്തെ മാനേജർ രാജഗോപാലനാണ് കൊണ്ടുവരിക. പാതിരാക്ക് പുലരുന്നതിന് മുമ്പ് അവറ്റ പോവുകയും ചെയ്യും. എന്നാൽ ഇവൾ പോയില്ല. പിന്നീട് ഒരുത്തി അതിനകത്ത് കയറ്റിയതുമില്ല. മുതലാളി മരിക്കുന്നവരെ. മരിച്ചതല്ല, ഇവൾ കൊന്നതാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എനിക്കൊരു ശക്തി നേരിടും മുതലാളി. അങ്ങേർക്ക് പോലും ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എന്റെ ശാന്തിമോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. വേലമ്മ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ആ പെണ്ണിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവും കാണുന്നില്ല സാർ. കുത്തി വെച്ചാൽ കുറെ നേരം മയം കിടക്കും. പിന്നെയും പഴയ നില തന്നെ. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല സാർ. എങ്കിൽ ആ ചികിത്സ നമുക്ക് തന്നെ ഏറ്റെടുക്കണം. ഇനി താമസിച്ചാൽ പറ്റില്ല. മനസ്സിലായോ? ഉഷമലരികൾ തൊഴുതുണരും ഉപവനങ്ങൾ നിറപൊലിയുടെ സ്വരമുയരും ശ്രുതിലയങ്ങൾ ഇവിടെ ജീവിതം ധന്യം ഹൃദയം ആഹ്ലാദ മന്ദിരം. ശാന്തിമോളെ, ശാന്തിമോളെ, ഞാനാണ് മോളെ. ഞാനാണ് വേലയ്യ. അല്ല, വേലപ്പൻ. വേലപ്പനോ? വേലപ്പൻ. വേലപ്പ, മോളെ, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. എനിക്ക് വയ്യ. പ്ലീസ്, അവര് വരുന്നതിന് മുമ്പ് എന്നെ രക്ഷിക്കൂ. പ്ലീസ് വേലപ്പ. അമ്മ, അയ്യോ, 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 എന്റെ പൊണ്ണു സാറേ, അയ്യോ, എന്റെ പൊണ്ണു സാറേ, ഇനി എന്നെ തല്ലരുത് സാറേ. ഞാൻ മരുന്ന് വാങ്ങിച്ച് മുറിക്കാൻ ഇരുന്നപ്പോ അവിടെ ആരും കണ്ടില്ല. അതൊക്കെ വെറുതില്ലാത്ത കുഞ്ഞല്ലേ ഏതാണ്ടൊക്കെ പറഞ്ഞു. അയ്യോ, അയ്യോ, എന്റെ പൊണ്ണു സാറേ തല്ലരുത്. എന്റെ ശരീരത്തിന് തീരെ വയ്യ. നിന്റെ അസുഖം ഞാൻ മാറ്റാടാ. ഇനി മേലാൽ ഈ മുറിക്കകത്ത് കയറരുത്. വയ്ക്കോ. വേലമ്മ, നീ എവിടെയായിരുന്നു? ഞാൻ എന്താ അത് കയ്യില്? കാണട്ടെ, കാണിക്കാൻ. മരുന്ന് ഡോക്ടർ ശാന്തിക്ക് നിർദ്ദേശിച്ചയച്ചു. അതോ മറ്റൊന്നും തന്നേക്കാണ്? കുഞ്ഞിന് ഉറക്കം കിട്ടാൻ രാജഗോപാലന്റെ സഹായം അല്ലേ? ശാന്തി ഒരിക്കലും ഉണരാത്ത വിധത്തിൽ ഉറക്കിക്കിടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനല്ലേ ആ ഡോക്ടർ ഇവിടെ വരുന്നത്? അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇത്തരം വിട്ടിത്തനങ്ങൾ കാണിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് വേലമ്മയ്ക്ക് അറിയാമോ? മരണം വരെ ജയിലിൽ കഴിയുക, അല്ലെങ്കിൽ കൊലമരത്തിൽ കയറുക. വേലമ്മയ്ക്ക് ഇഷ്ടമാണ് കണ്ണു തുറച്ച് നാക്ക് നീട്ടി കൊലമരത്തിൽ കയറാൻ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ മുതൽ രാമുണ്ണി ഉണ്ടായിരിക്കും വേലയിന് പകരം എന്നെ സഹായിക്കാൻ. പൊയ്ക്കോളൂ.
എനിക്ക് വേണ്ട. മര്യാദക്ക് അനുസരിക്കുന്ന നല്ലത്. ഇല്ല. ഇല്ലേ? തൊട്ടുപോരുത് രാമുണ്ണി. എന്നെ തടയാൻ മാത്രം നീ വളർന്നു. അവനെ പിടിച്ച് മാറ്റൂ. അവൻ എന്നെ തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരകനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങളെന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാമൻ മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ. വിടാനാ പറഞ്ഞത് രാമണി. എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ ഇറങ്ങി പോരാ. I said you get out!